എല്ലാവർക്കും നമസ്കാരം. ഉം, ഒരു ഇന്നലെ കണ്ട ഒരു സിനിമയെപ്പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഒരു മൂവി ക്രിട്ടിക്കൊന്നുമല്ല. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനും അറിയില്ല. എനിക്ക് അങ്ങനെ സാധിക്കുമോ എന്നറിയില്ല. ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് അതിൻ്റെ ആ ഉദ്ദേശമില്ല. ഞാൻ ഇഷ്ടപ്പെട്ടൊരു സിനിമ, അത്രേ ഉള്ളൂ. സിരായി. അതിൻ്റെ തമിഴ് വാക്ക്, അതിൻ്റെ അർത്ഥം ജയിൽ, പ്രിസൺ. ഓക്കെ. നമ്മൾ സിനിമ കാണുമ്പോൾ ഇടയ്ക്ക് ചില സിനിമയുടെ പ്രത്യേകതയാണ് അത്. ഡ്രമാറ്റിക് ആയിട്ട് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ചില മുൻവിധികളോടുകൂടി നമ്മൾ ചിലപ്പോൾ സമീപിച്ചെന്നിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അതിലൊക്കെ ആ സിനിമ വിജയിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം തരത്തിലുള്ള വിഭജനം ഉണ്ട്. ഒരാൾ മറ്റൊരാളുടെ മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കുവാൻ എന്തൊക്കെ ഉപയോഗിക്കും? ദേശം, വർണ്ണം, ജാതി, മതം, പണം, പഠിപ്പ്, എന്തെല്ലാം ഉണ്ടല്ലേ. അൾട്ടിമേറ്റ്ലി നമ്മളാരും മനസ്സിലാക്കാത്തൊരു കാര്യം. കഴിഞ്ഞ ദിവസം സുനിത വില്യംസ് പറഞ്ഞതുപോലെ, ഭൂമിയിൽ നിന്ന് പറന്നകന്ന് ദൂരേക്ക് പോയാൽ സുനിത വില്യംസ് എത്തിപ്പെട്ട ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ അതിനോട് അടുത്ത എവിടെയെങ്കിലും നിന്ന് ഭൂമിയെ നോക്കിയാൽ നമുക്ക് കാണാവുന്നത് ഒരു ഗോളം മാത്രമാണ്. അവിടെ രാജ്യങ്ങളുടെ അതിർവരമ്പില്ല, മനുഷ്യരെ കാണുവാൻ പോലും പറ്റില്ല, അല്ലേ? ഒന്നുമില്ല. നമ്മുടെ ഈ സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന ഈ അഹന്തയെല്ലാം വെറുതെയാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ മേലെ നേടണം എന്ന് തോന്നുന്ന ആ മേൽക്കൈ ഉണ്ടല്ലോ, ആ വാശി, അത് നിലനിൽക്കുന്നിടത്തോളം മനുഷ്യൻ മനുഷ്യനായിട്ട് തന്നെ തുടരും. ഇതിനൊന്നും അവസാനം ഉണ്ടാവില്ല. ചില സിനിമകൾ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ കരയാൻ തോന്നാറുണ്ട്. കരച്ചിൽ വരുമ്പോൾ ഞാൻ അത് കരയാറുണ്ട്. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട്, കണ്ണീര് വരാറുണ്ട്. അതിനെ ഞാൻ മറച്ചു വയ്ക്കാറില്ല. ഞാൻ അതും ആസ്വദിക്കാറുണ്ട്. ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു വിങ്ങൽ വരും, ഏങ്ങലായിരിക്കും. ആരുമില്ലാത്ത സ്വകാര്യ നിമിഷത്തിൽ ഞാനിരുന്ന് സിനിമ കണ്ടിട്ട് ഏങ്ങി കരഞ്ഞിട്ടുണ്ട്. എനിക്ക് കരച്ചിൽ നിർത്താൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ അതൊരു കഴിവുകേടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയിൽ അബ്ദുൾ റൌഫും കലയർഷിയും കടന്നുപോയ അവരുടെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അവരനുഭവിച്ച വേദനകൾ, അത് എനിക്കത് മനസ്സിലാവും. ഇന്നത്തെ ഇന്ത്യയിൽ അതെന്നു മുതൽ തുടങ്ങിയതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല. പക്ഷേ
ഏകദേശം ഒരു 10 വർഷമായിട്ട് ഈ അവസ്ഥ മനുഷ്യർക്ക് കൂടുതലാണ്. ഈ വേദന മനുഷ്യർക്ക് കൂടുതലാണ്. അതെനിക്ക് മനസ്സിലാവും. എൻ്റെ ചില സുഹൃത്തുക്കൾ വളരെ വേദനയോടെ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന് നന്നാവും അറിയില്ല. നമുക്ക് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പണം മുടക്കി സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് ഒരു കാര്യമില്ല. ആ സൗകര്യങ്ങൾ നമ്മളെ കണക്റ്റ് ചെയ്യും എന്നാണ് നമ്മുടെ വിചാരം. അത് വെറും വിചാരം മാത്രമാണ്. നമ്മളെ കണക്റ്റ് ചെയ്യുന്നത് മറ്റു പലതോ. ആ പലതും നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു സിനിമയിൽ നിന്നും തുടങ്ങിയതാണ് ഞാൻ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ വശം പറഞ്ഞും പോയി. താങ്ക് യു.